ശ്രീ ലക്ഷ്മണൻ മാസ്റ്റർ വള്ളിക്കുന്ന് തൻ്റെ കുട്ടിക്കാലത്തെ ഓണം അനുസ്മരിക്കുന്നു. ഓണക്കാലം എന്ന് പറയുമ്പോൾ ഒരു വലിയ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു കാലമായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പക്ഷേ കേരളമായിട്ട് ബന്ധപ്പെടുമ്പോൾ എൻ്റെ ധാരണ പണ്ട് കേരളം ഒരു കാർഷിക രാജ്യമായിരുന്നു. ആ കാർഷിക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പം എല്ലാ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കർക്കിടകത്തിൻ്റെ വറുതിയൊക്കെ തീർന്ന് നമ്മളങ്ങനെ ആ കാലഘട്ടത്തിലെ എല്ലാ ചെടികളുമൊക്കെ പൂത്ത് സന്തോഷത്തിൻ്റെ കാലം, വസന്തത്തിൻ്റെ ശ്രാവണം എന്ന് പറയുന്നത് ഒരു പുതുമയുടെ കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടിക്കാലമൊക്കെ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ കൂട്ടായ്മ, അന്ന് മൈതാനമൊക്കെ ഇതേപോലെയുള്ള ധാരാളമുള്ള വീടുകളൊന്നുമില്ല, പല സ്ഥലങ്ങളും ഒഴിവായി കിടക്കുന്നതാണ് മൈതാനങ്ങൾ. അവിടെയൊക്കെ പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്ന മൈതാനം, മുണ്ടിയങ്കാവ് പറമ്പൊക്കെ ഉണ്ട്. നമ്മുടെ മുണ്ടിയങ്കാവ് പറമ്പൊക്കെ ഇന്നിപ്പോൾ എത്രയോ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞു, അന്നൊന്നും കെട്ടിടങ്ങളില്ല. അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും ഞങ്ങളുടെ കളിക്കളങ്ങൾ. തലമപ്പന്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഒരു കുറ്റി നാട്ടിയിട്ട് അതിൻ്റെ പിന്നിൽ പന്ത് അടിച്ച് തെറിപ്പിക്കുക ദൂരത്തേക്ക്. അത് എതിരാളികളെ, എതിർ ടീമിലെ ആളുകളെ എടുത്തിട്ട് ഈ കുറ്റിയിലേക്ക് എറിയുക. അതൊരു വലിയ കളിയാണ്. പിന്നെ അതേമാതിരി ഉപ്പ് കളിക്കുക, ഷോടി അല്ലെങ്കിൽ ഉപ്പ് കളിക്കുക എന്നത് ഒരാരവാണ്. ഇങ്ങനെ ധാരാളം കളികൾ ഓണക്കാലത്ത് ഞങ്ങളെ സംഘടിപ്പിക്കും. അതിൽ മത്സരങ്ങളും നടക്കും. അതുമാതിരി വളരെ റെയറായിട്ട് ഫുട്ബോൾ മാച്ചുകളൊക്കെ ഉണ്ടാവാം. അത് വളരെ എന്താ പറയുക, വളരെ ലഘുവായിട്ട് നടത്തുന്ന ഇന്നത്തെ മാതിരിയുള്ള പരിപാടിയൊന്നുമല്ല. ഇതിലൊക്കെ തമാശ എന്താ വെച്ചാൽ വലിയ ആളുകൾ ഇതുമായിട്ടൊന്നും ബന്ധപ്പെടില്ല. അവരിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിലാണ് കുട്ടികൾ കളിക്കുക. ഇന്ന് നമ്മളെന്താ ചെയ്യുന്നത്, കുട്ടികളെ കളിക്കാനുള്ള എല്ലാ വേദികളും ഒരുക്കി കൊടുക്കല്ലോ, അന്ന് അതില്ല. അതുമാതിരി പൂക്കൾ തേടുക എന്ന് പറയുന്നത് ഏത് മലയുടെ ഭാഗത്തായാലും, ഈ കായലിലായാലും കുളത്തിലായാലും, താമര, ആമ്പലും അതുമാതിരിയുള്ള മുക്കുറ്റി, കാക്കപ്പൂവ്, നെല്ലിപ്പൂവ്, കണ്ണാന്തളി, ഇതൊക്കെ എവിടെയപ്പോൾ കാണാനുള്ളത്? തുമ്പ ഒരൊറ്റയൊന്നും ഇന്നില്ല. അങ്ങനെ ഇന്ന് വാസുതൽ ഓണം ആഘോഷിക്കുന്നത് ഒരു പ്രത്യേക യാന്ത്രികമായുള്ള ഒരു ജീവിതത്തിൻ്റെ ചിത്രീകരണമായിട്ട് മാറിയിട്ടുണ്ട്. അന്ന് അതല്ല. അന്ന് ഏറ്റവും വറുതിയിൽ നിന്ന് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സമ്പന്നമായി സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനും ആനന്ദിക്കാനും വിനോദിക്കാനും ഉണ്ടായിരുന്നൊരു കാലം. ആ കാലത്ത് എവിടെ നോക്കിയാൽ ഈ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പൂപ്പാട്ട് എല്ലാ ഭാഗത്തും കാണും. കുട്ടികൾ കൂട്ടായിട്ട് നടക്കും. ആ പൂവട്ടി എന്ന് പറയുന്നത് ഇപ്പം അപ്പൂനൊക്കെ അറിയുമോ അറിയില്ല, ചെറിയ കുട്ടികൾക്ക് പൂവട്ടി എന്താണെന്നുള്ള അറിയോ? പൂവട്ടി നിറച്ച് ഒരാൾക്ക് ഒരു 4-5 പൂവട്ടി ഉണ്ടാവും. ആ പൂവട്ടിയിൽ ഓരോ പൂവട്ടിയിലും ഓരോ ഇനം പൂക്കൾ, തൊണ്ടിപ്പൂവുണ്ടാവും, നെല്ലിപ്പൂവുണ്ടാവും, തുമ്പപ്പൂവുണ്ടാവും. ഇതൊക്കെ എത്ര പൂക്കളെ പറിച്ചാലും മതിയാവില്ല. എന്നിട്ട് അങ്ങനെ ഏറ്റവും അധികം പൂവ് കിട്ടിയിട്ട് അത് കൊണ്ടുവന്ന് പിറ്റേ ദിവസം ചാണകം മെഴുകിയ ആ കളത്തിൽ ഒരുക്കുമ്പോൾ, ഇന്ന് മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ്ടുള്ളതല്ലേ. അന്ന് അതല്ല, അന്ന് തേടിപ്പിടിക്കുകയാണ്. പൂക്കളുണ്ട് താനും, ഇന്ന് പൂക്കളുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് നമുക്ക് സ്വപ്നം കാണാം. അല്ലാതെ ഇന്ന് ഓണം ആഘോഷിക്കുന്ന മാതിരി നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ ആയി എന്താ ഉണ്ടാക്കേണ്ടത്, ബിരിയാണി ഉണ്ടാക്കണമെന്ന് സംശയിച്ച് കണ്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഭക്ഷണമൊക്കെ പാക്കറ്റിലായിട്ട് വാങ്ങിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓണത്തെക്കുറിച്ചിട്ട് നമുക്കൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ. അതൊരു സുഭിക്ഷമായ കാലത്തിൻ്റെ, മഹാബലി വന്നിരുന്നോ, മഹാബലി ഉണ്ടോ എന്നുള്ളതിനേക്കാളേറെ വലിയ പ്രയത്നശാലികളായുള്ള കർഷകന്മാർക്ക് അന്ന് കിട്ടുന്ന കാർഷിക വിളവുകൾ, ഉൽപ്പന്നങ്ങൾ അനുഭവിച്ചറിയാനുള്ളൊരു അവസരം കൂടിയായിരുന്നു അന്നത്തെ ഓണം. ഇതാണ് എൻ്റെ ഓണത്തെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ. അതിനുശേഷം ഇന്നിപ്പോൾ ഓണം
നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അലവൻസ് മേടിക്കാം, അതുമായുള്ള കാര്യങ്ങളാവാം. അന്ന് കോടി വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത്, വസ്ത്രം ധരിക്കാൻ വിഷമമുള്ള കാലഘട്ടത്തിൽ നമുക്കൊരു കോടി വസ്ത്രം കിട്ടുന്നുണ്ടാവുന്ന ആഹ്ലാദം, ഇന്ന് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ വസ്ത്രങ്ങൾ മേടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കോടി കിട്ടിയാൽ സാധാരണമാതിരിയുള്ളതിൽ കവിഞ്ഞിട്ട് എന്താ ഉള്ളത്? അതുമാതിരി ഭക്ഷണത്തിനെ സംബന്ധിച്ചോളം പറയുമ്പോൾ പപ്പടം കാച്ചുക. അന്ന് പപ്പടം കാച്ചുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം, വിഷു, ആണ്ടർതികൾക്ക് മാത്രമേ പപ്പടം കാച്ചൂ എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. 3 നേരം കഞ്ഞി കുടിക്കുന്ന വീട്ടിലാണ് ഒരു നേരത്തെ സദ്യ ഒരുക്കുന്നതെങ്കിൽ അതിൻ്റെ ആസ്വാദ്യത ഇന്ന് എല്ലാ സമയത്തും നമ്മൾ ഇഷ്ടം പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓണത്തിനോ പ്രത്യേകതയൊന്നുമില്ല. ഇന്നിപ്പോൾ ഓണം ചടങ്ങുകളാണ്, ആഘോഷമല്ല, ഓരോ ചടങ്ങുകളാണ്. അപ്പം ഏതായാലും ഇതിൻ്റെ പ്രവർത്തകന്മാർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്മാർക്കും ഹൃദയം തുറന്ന ഓണാശംസകൾ ആശംസിക്കുകയാണ്. കാലം കർക്കശമാക്കി ശൂന്യത പഞ്ചർത്ത് എൻ്റെ ആത്മാവിൽ ഞാൻ ചേലിൽ നട്ടുവളർത്ത 100 കനവും വേരറ്റ നിശൂന്യമായി. കാലം കർക്കശമാക്കി ശൂന്യത പഞ്ചർത്ത് ആത്മാവിൽ ഞാൻ ചേലിൽ നട്ടുവളർത്ത 100 കനവും വേരറ്റ് നിശൂന്യമായി. മാലേറ്റൻ മനമിന്ന് ചുടലക്കാടായി സ്വപ്നങ്ങളെ താലോലിച്ചു വളർത്തുവാൻ ആരേകിടും ജീവനം. മാലേറ്റൻ മനമിന്ന് ചുടലക്കാടായി സ്വപ്നങ്ങളെ താലോലിച്ചു വളർത്തുവാൻ ആരേകിടും ജീവനം.